സ്നേഹത്തിന്റെ ഭാഷകള്. ഇന്നലെ നമ്മൾ കണ്ടു അല്ലേ? എന്താണ് ഇമോഷണൽ ലവ് ടാങ്ക്? നമ്മുടെ ഉള്ളില് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഇമോഷണൽ ലവ് ടാങ്ക്. ടാങ്കിലുള്ളതേ പൈപ്പിൽ വരും. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തും സ്നേഹത്തോടു കൂടിയാണ് ആൾക്കാർക്ക് സ്നേഹം വിതറി മാറും അല്ലേ? അപ്പൊ നമ്മുടെ ഈ ടാങ്ക് നിറഞ്ഞിരിക്കുകയാണോ? ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മുടെ ഈ ടാങ്ക് നിറയ്ക്കാട്ടോ. അപ്പൊ ഈ ടാങ്ക് നിറഞ്ഞിരിക്കുകയാണോ എന്ന് നമുക്കൊരു റിയാലിറ്റി ചെക്ക് ചെയ്ത് നോക്കിയാലോ? അത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്താണ് ഇന്ന് എൻ്റെ ടാങ്ക് ഫുള്ളാണോ? എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ സ്നേഹം കിട്ടുന്നുണ്ട്. ഇന്നൊരു ഒരു എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കൊക്കെ അതൊക്കെ ഉണ്ടാവില്ല. കാരണം ആരാധിക്കാൻ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും. ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കത് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവിന്ന് വരില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നാണോ തോന്നുന്നത്? അല്ലെങ്കിൽ ഉണ്ട്, സ്നേഹമുണ്ട്, എന്നാലും ഞാൻ സ്നേഹം കൊടുക്കുന്ന അത്രയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടാവാം. അതായത് ടാങ്ക് പകുതിയായിരിക്കാം. അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ എന്താ എൻ്റെ വീട്ടുകാര്, എൻ്റെ മക്കള് എല്ലാവരും എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ടാങ്ക് ഫുള്ളാണ്. അത് വളരെ നല്ലതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇമോഷണൽ ലവ് ടാങ്ക് അല്ലെ? അതെല്ലാവരിലും ഉണ്ട്. നമ്മൾ ഈ സ്ട്രോക്ക് ഒക്കെ കണ്ടില്ലേ? സ്ട്രോക്സിന്റെ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? പുഞ്ചിരി, സ്ട്രോക്കുകൾ, അതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ഓരോ നല്ല വാക്കുകള് അല്ലെങ്കിൽ നല്ല കാര്യങ്ങള് അതെല്ലാം നമ്മുടെ ഈ ഇമോഷണൽ ലവ് ടാങ്കിനെയാണ് നിറയ്ക്കുന്നത്. നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ ഈ യഥാർത്ഥ സ്നേഹം സാധാരണ ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും നമ്മുടെ രീതിയിൽ. നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹമുണ്ട്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഭാഷയിലാണ് നമ്മൾ സ്നേഹിക്കുക. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി ഒരു മലയാളീനെയും ഒരു ജാപ്പനീസിനെയും ഒരു മുറിയിൽ കൂട്ടി വെച്ച് അവരെത്ര നന്നായിട്ട് സംസാരിച്ചാലും അങ്ങടും ഇങ്ങടും മനസ്സിലായില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പൊ നമ്മുടേതായ രീതിയിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കുന്നത് എന്തൊക്കെയും ചെയ്തു കൊടുത്തിട്ടും അയാൾക്ക് എന്നെ മനസ്സിലാവണില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകന് എൻ്റെ മോൾക്ക് ഇത് മനസ്സിലാവണില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് ഇത് മനസ്സിലാവണില്ലല്ലോ, എത്ര ചെയ്തു കൊടുത്താലും ഒരു നന്ദിയില്ല, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല ചിന്തകൾ വരും. അതേപോലെ തന്നെയായിരിക്കും ആ പാർട്ട്ണറും ആലോചിക്കുന്നതാവാ, എന്നെ എന്താ സ്നേഹിക്കാത്തത് അല്ലെ? ചിലർക്ക് പറയില്ലേ സ്നേഹമുണ്ട് പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാ പ്രകടിപ്പിക്കുക, അങ്ങനെയൊക്കെ പലതും കാര്യങ്ങൾ പറയും. പക്ഷേ ദ ഗുഡ് ന്യൂസ് ഇസ് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റും. ആകെ 5 ഭാഷകളേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ചെറുതായ അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയാവുന്ന ഭാഷകളാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഷ മനസ്സിലാക്കി, ഓരോരുത്തരുടെയും ഭാഷ മനസ്സിലാക്കി ആ ഭാഷയിൽ സംസാരിക്കാം. നമ്മുടെ തന്നെ ഭാഷ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്കത് പറയുകയും ചെയ്യാം. അതിലൊരു തെറ്റുമില്ല. ഇതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഇങ്ങനെ പറയുന്നതായിരിക്കും എൻ്റെ ഇഷ്ടം. നമ്മളിപ്പോ ചില സങ്കല്പങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതൊക്കെ സ്റ്റാർട്ടിങ് മുതലേ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ യഥാർത്ഥ സ്നേഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റൻഷണൽ ചോയ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു ഫിൽ ദി അതർ പേഴ്സൺസ് ഇമോഷണൽ ലവ് ടാങ്ക് അല്ലെ? അതായത് ഞാൻ നിശ്ചയിക്കുന്നതാണ്. ഞാൻ ഒരു ഉദ്ദേശത്തോടു കൂടി എൻ്റെ ചോയ്സ് ആണ്, എൻ്റെ തീരുമാനമാണ് ഞാൻ മറ്റൊരാളുടെ ഇമോഷണൽ ലവ് ടാങ്ക് നിറയ്ക്കുമെന്നുള്ളത്. അത് അവരുടെ ഭാഷയിൽ. അപ്പോൾ നമ്മൾ 5 ഭാഷകൾ ഏതൊക്കെയാണെന്ന് ഇന്നലെ ഒന്ന് ചെറുതായിട്ട് കണ്ടിരുന്നു. വേർഡ്സ് ഓഫ് അഫർമേഷൻ, വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണങ്ങൾ. റിസീവിങ് ഗിഫ്റ്റ്സ്, ഗിഫ്റ്റുകൾ കിട്ടുന്നത് സന്തോഷമാണ്. അത് സ്നേഹിക്കുന്നവരാണ് ഗിഫ്റ്റ് തരാ എന്നൊരു ഇതുണ്ടാവും. ക്വാളിറ്റി ടൈം, സമയം ചെലവഴിക്കുക. ഫിസിക്കൽ ടച്ച്, തൊടല്, ഫിസിക്കൽ ആയിട്ടുള്ള സെൻസേഷൻസ്. ആക്ട്സ് ഓഫ് സർവീസ്, സഹായിക്കൽ അല്ലെ? നമ്മൾ അവരുടെ വീട്ട് ജോലിയിലോ അല്ലെങ്കിൽ ജോലിയിലോ എന്തിലുമായാലും നമ്മൾ അവരെ സഹായിച്ച് അവരുടെ കാര്യങ്ങളിൽ നമ്മളൊന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ആക്ട്സ് ഓഫ് സർവീസ്. നമ്മൾ ഓരോന്നിനെയും കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്. സ്ഥിരീകരണങ്ങൾ. ഞാൻ മലയാളം നോക്കി അഫർമേഷൻ സ്ഥിരീകരണങ്ങൾ. അപ്പോൾ എന്താണോ ഉള്ളത്, ഈ വാക്കുകൾ ഇവിടെ ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മളിപ്പോ പല വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ? യു ആർ എ സ്റ്റാർ, പ്രൗഡ് ഓഫ് യു, ഐ ലവ് യു, ഗ്രേറ്റ് വർക്ക്, സ്റ്റേ ബ്യൂട്ടിഫുൾ. എന്താണ് ഇതൊക്കെ? കോംപ്ലിമെന്റ്സ് ആണ് അല്ലേ? നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന കോംപ്ലിമെന്റ്സും കാര്യങ്ങളാണ്, വിഷസ് ആണ്. നമ്മളപ്പോ ഈ വേർഡ്സ് ഓഫ് എഫർമേഷന്റെ ഭാഷ എന്ന് പറയുന്നത് നല്ലത് പറയാം. അത് പല രീതിയിലും പറയാം. നമുക്കൊന്നില്ലെങ്കിൽ അത് മൊബൈലിൽ ഒരു മെസ്സേജ് ആയിട്ട് എഴുതാം, ഒരു കത്തായിട്ട് എഴുതാം, അല്ലെങ്കിൽ പറയാം. അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ട്ടോ. ഇപ്പൊ രാവിലെ എണീറ്റോണം തൊട്ട്
ഗുഡ് മോർണിംഗ് ഒന്നും ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവില്ല. പക്ഷെ ആ കുടിച്ച ചായ നല്ലതായിരുന്നു, നല്ലതായിരുന്നു ഒക്കെ പറയാം. നല്ല ചായയാണ് ട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അടിപൊളിയാണ് ട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒന്ന് നല്ല ഗെറ്റപ്പിലൊക്കെ ഡ്രസ്സ് ചെയ്തു എവിടെയെങ്കിലും പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയാറുണ്ടോ? പുറത്ത് നോക്കി പുറത്ത് പോവാണ്, കറങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവാണ്, എല്ലാവരും ഒരുങ്ങി നന്നാണ്. നമ്മൾ നോക്കി പറയാറുണ്ടോ? ആഹാ കാണാൻ നല്ല ഭംഗിയാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് അടിപൊളിയാണല്ലോ, സാരി കൊള്ളാലോ, ഷർട്ട് ഇത് കൊള്ളാലോ. ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ പ്രൈമറി ഭാഷയായ ആൾക്കാർ അത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹത്തിന്റെ ഭാഷ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും എല്ലാ ഭാഷയും ഉണ്ട് ട്ടോ. അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഏതെങ്കിലും 1 2 ഭാഷയായിരിക്കും അവരെ കൂടുതൽ അവരുടെ ഇമോഷണൽ ലവ് ടാങ്ക് ഏറ്റവും പെട്ടെന്ന് നിറയ്ക്കുന്നത്. ഓക്കെ. നമുക്കിതെല്ലാം എല്ലാവരോടും പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ബക്കറ്റ് നിറയ്ക്കണം. ഇപ്പൊ എനിക്കൊരു ബക്കറ്റ് എന്റെ ഇമോഷണൽ ലവ് ടാങ്ക് നിറയ്ക്കണമെങ്കിൽ ഈ അവരുടെ ഭാഷ സംസാരിച്ചാ അത് മോട്ടർ അടിച്ച് ഓസ് ഇടുന്ന മാതിരിയാ പെട്ടെന്ന് നിറയും. ഇനി അവരുടെ ഭാഷയല്ല സംസാരിക്കുന്നത്. നമ്മൾ വേറെ ഭാഷകളിലാ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അത് കിണറ്റീന്ന് വെള്ളം ബക്കറ്റ് കൊണ്ട് കോരി എടുത്ത് ഒഴിക്കണ മാതിരിയായിരിക്കും. അപ്പൊ അത് കുറേശ്ശെ നിറയുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യം എല്ലാവരെയും ഒരേപോലെ ബാധിക്കണമെന്നില്ല. പക്ഷെ ആ വേർഡ്സ് ഓഫ് അഫർമേഷൻ അവരുടെ പ്രൈമറി ലാംഗ്വേജ് ആണെങ്കിൽ അവരുടെ ഡോമിനന്റ് ലാംഗ്വേജ് ആണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരുടെ ഭാഷ എന്ന് പറയുന്നത് അതായത് മാതൃഭാഷ എന്ന് പറയുന്ന മാതിരി ഇപ്പൊ മലയാളമല്ല നമുക്ക് ഹിന്ദി അറിയാം, നമുക്ക് ഇംഗ്ലീഷ് അറിയാം, നമുക്ക് തമിഴ് അറിയാം, നമുക്ക് വേറെ ഭാഷകളും അറിയാം. പക്ഷെ മലയാളമല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെയാണ് പല ഭാഷകളുണ്ടാവും. ഇതിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും അവരുടെ പ്രൈമറി ഭാഷ. അപ്പോൾ വേർഡ്സ് ഓഫ് എഫർമേഷൻ പ്രൈമറി ആയിട്ട് ഭാഷ ഉള്ളവർക്ക് ഈ വക കാര്യങ്ങൾ വളരെയധികം ബാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ, അത് വലിയ വലിയ കാര്യങ്ങളാവട്ടെ, അവർക്കത് കേൾക്കാൻ ഇഷ്ടം. എന്താണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ? ദേ ആർ വേർഡ്സ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് യുവർ ലവ്, അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദി അതർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹം, അഭിനന്ദനം, ബഹുമാനം എന്നിവ അറിയിക്കുന്ന വാക്കുകളാണ് സ്ഥിരീകരണ വാക്കുകൾ. നമ്മുടെ സ്നേഹം, ബഹുമാനം, അഭിനന്ദനം. ഇതിന് പല വാക്കുകളുണ്ടല്ലേ. ഇപ്പം നമ്മുടെ ഭാഷയിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വാക്കുകളാണ്. സ്നേഹം പ്രകടിപ്പിക്കാനും അഭിനന്ദനം പ്രകടിപ്പിക്കാനും അത് പുതിയതായതും പഴയതായിട്ടും ഇപ്പൊ പല ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ പല പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും. പൊളി, പൊളി, അടിച്ചു പൊളി, തീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഒരു സ്ട്രോക്കുകൾ കൊടുക്കാം അല്ലേ. പലരും ഈ പലതരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ ഇടുന്നത് പോസ്റ്റ് പ്രതികരണങ്ങൾ അവർക്ക് വാക്കുകളായിട്ട് കിട്ടുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഒരു ബൂസ്റ്റാണ്, ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് അതിന് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കുറെ ഹേർട്ടും ചെയ്യും. കാരണം വാക്കുകൾ വളരെ പവർഫുൾ അവരെ സംബന്ധിച്ച്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോസിറ്റീവ് വാക്കുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത് ലവ് ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി. നെഗറ്റീവ് കേട്ടാലോ അതേ സ്പീഡിൽ അത് ടാങ്ക് ഖാലിയാവും, ടാങ്ക് കുറയും. പ്രശസ്തനായ എഴുത്തുകാരനാണ് മാർക്ക് ട്വെയിൻ. ആൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഐ ക്യാൻ ലിവ് ഫോർ 2 months ഓൺ എ ഗുഡ് കോംപ്ലിമെന്റ്. ഒരു നല്ല കോംപ്ലിമെന്റ് കിട്ടിയാൽ മതി, 2 മാസത്തേക്ക് ഞാൻ ഹാപ്പിയാണ്, എനിക്കത് മതി, വേറൊന്നും വേണ്ട അല്ലെ. അത്രയാണ് വാക്കുകളുടെ പ്രാധാന്യം, അത്രയാണ് നല്ല വാക്കുകളുടെ ഒരു ഒരു കോംപ്ലിമെന്റ്സിന്റെയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. വാക്കുകൾ മന്ത്രാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ? എന്തൊക്കെ നമുക്ക് പറയാം? കോംപ്ലിമെന്റ്സ് കൊടുക്കാം അല്ലെ. നമ്മളിപ്പോ ഒരാൾ ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാം, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം, അടിപൊളിയായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു, നല്ല കഴിവാണല്ലോ. അങ്ങനെ അങ്ങനെ നമ്മൾ കോംപ്ലിമെന്റ്സ് കൊടുക്കല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാൾ നല്ലോണം വസ്ത്രം ഇട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായത് കൊടുക്കാം. ഒരു ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കോംപ്ലിമെന്റ്സ് കൊടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ അഭിനന്ദനങ്ങൾ പറയുമ്പോൾ, നല്ല വാക്കുകൾ പറയുമ്പോൾ അത് അവർക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ, നിങ്ങളുടെ ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, അച്ഛനമ്മമാരാവാം, ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ പ്രൈമറി ഭാഷ ഈ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എപ്പോഴാണ് അവസാനമായിട്ട് അവരോട്
ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു പ്രവൃത്തിയോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ട് നല്ല വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയണേ. അവരെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നല്ലതായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ പുറത്ത് പോയാലൊക്കെ പറയും. പക്ഷെ വീട്ടുകാരെ നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരല്ലേ, അവർക്കറിയാം ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ഒരു എംപ്റ്റീനെസ് ഉണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അത് പഠിക്കണം. കാരണം സ്നേഹം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് എന്താ പറയാ, അതിന് സമാധാനിക്കുന്നതിലും നല്ലത് അത് പ്രകടിപ്പിച്ച് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെ അല്ലേ. വേർഡ്സ് ഓഫ് അക്നോളജ്മെന്റ് എന്നും എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഓഫീസിലെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതേതായ രീതിയിൽ നടക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അത് അക്നോളജ് ചെയ്യുക. അതായത് വീട്ടിലിപ്പോ ഇപ്പൊ നമ്മുടെ അമ്മയാണ് രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ എണീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ റെഡി, ഭക്ഷണം റെഡി, എല്ലാം റെഡിയാണ്. നമ്മളത് കഴിച്ച് കഴുകി ഇറങ്ങിപ്പോകും. ഇടയ്ക്കെങ്കിലും ആ ആ, ഉള്ളവരുടെ എത്ര സമയാസമയം എന്നും എങ്ങനെ ഈ സമയാസമയം ചെയ്യാൻ പറ്റുന്നേ എന്നൊരു വാക്ക് പറഞ്ഞു നോക്കി. ആ സന്തോഷത്തിന് ഒരു പരിധി ഉണ്ടാവില്ല. അത് വേർഡ്സ് ഓഫ് അഫർമേഷൻ അവരുടെ പ്രൈമറി ഭാഷയാണെങ്കിൽ ട്ടോ. അത് ആ പ്രൈമറി ഭാഷ അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും അത് ഉറ്റു മാതിരിയാ, ബക്കറ്റോട്ട് നിറയ്ക്കുന്ന മാതിരിയാ. ഇഷ്ടപ്പെടും. പക്ഷെ അത് അവരുടെ ടാങ്ക് നിറയ്ക്കില്ല. കൈൻഡ് ഹംബിൾ വേർഡ്സ് നമ്മൾ പുറത്തായാലും ഇപ്പൊ ഈ വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ ഇതില് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഞാൻ അത് ഇതിൻ്റെ കൂടി തന്നെ പറഞ്ഞു പോവാം. ഇതൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് അവരെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ പ്രൈമറി ആയിട്ട് ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക് വിമർശനങ്ങൾ കേൾക്കാനുള്ള ഇതുണ്ടാവില്ല, ക്ഷമയുണ്ടാവില്ല, അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഒരു ഒരു കടുത്ത വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ ഒരുപാട് ബാധിക്കും. മറ്റേ ആൾ വിചാരിക്കും ഇതെന്തത്, ഞാനിപ്പോ ഒരു തമാശ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഞാനിത് ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്, ഇതിനെന്നെ എത്ര വലുതായി എടുക്കുന്നൊക്കെ പറയും. പക്ഷെ അതാണ് അവരുടെ ഭാഷ. അവരുടെ ഭാഷയിൽ അവർക്കൊരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാണ്, അല്ലെങ്കിൽ അവരോട് ഒരു വിമർശനം പറയാണ്, അവരോട് കംപ്ലൈന്റ് പറയാണ്, ഒരു കുറ്റം കണ്ടെത്താണ്, ചീത്ത വഴക്ക് പറയുകയാണെങ്കിൽ അത് നമ്മുടെ മക്കളും ആയിക്കോട്ടെ, അവർക്ക് അത് ഒരുപാട് ഒരുപാട് ഫീൽ ചെയ്യും, ഒരുപാട് ഹേർട്ട് ചെയ്യും. അതേപോലെ തന്നെ പറയാതിരിക്കുക, മിണ്ടാണ്ടിരിക്കുക. ഒരു വഴക്കുണ്ടായി വീട്ടിൽ തന്നെ, മിണ്ടുന്നില്ല, അതൊക്കെ അവരെ ഒരുപാട് ബാധിക്കും. കാരണം അവരുടെ ഭാഷ വാക്കുകളാണ് അല്ലെ. അപ്പൊ അത് കൊടുക്കാണ്ടിരുന്നുണ്ടെങ്കിൽ അത് അവരെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന മാതിരിയാണ്. നമ്മൾ റിയലൈസ് ചെയ്യില്ല അത്. നമ്മുടെ വിചാരം എന്താ, കുറച്ച് നേരത്തേക്ക് മിണ്ടാണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വായ വന്നത് പറഞ്ഞു. പക്ഷെ അവരുടെ ഭാഷ ഇതാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല അത് നിൽക്കുക, അവരത് ഒരുപാട് ഒരുപാട് ബാധിക്കും. കൈൻഡ് ഹംബിൾ വേർഡ്സ് പറയണം. വളരെ സ്നേഹമുള്ളതും വിനീതമായ വാക്കുകൾ, അല്ലെ, ഹംബിൾ വാക്കുകൾ, ഇതൊക്കെ ആ സ്നേഹത്തിന്റെ ഭാഷയാണ്. നമ്മൾ പുറത്തു പോകുമ്പോഴും അതെ, നമ്മൾ അവരോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഒരു പക്ഷെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയാം, ഇപ്പൊ നമ്മളെ കയ്യിൽ ചില്ലറയില്ല, ഇപ്പൊ ബസ് കണ്ടക്ടർ വരെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ആലോചിച്ചിരിക്കും. ഈ ഭാഷ, അങ്ങനത്തെ ഭാഷ ഉള്ളവര് അത് അവിടെ വെച്ച് നിർത്തില്ല, ആ ബസ്സുകാരൻ പറഞ്ഞു നിർത്തില്ല, ആ ബസ് വിട്ട് വന്ന് വീട്ടിൽ വന്നിട്ടായാലും എന്നാലും ആ ബസ് കണ്ടക്ടർ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാരണമല്ല, അല്ലെങ്കിൽ ഞാൻ ചില്ലറ കൊടുത്തേനില്ലേ. ചെറിയ ചെറിയ വാക്കുകൾ മതി അവരുടെ സമാധാനം കെടുത്താൻ വേണ്ടി. അപ്പൊ അതാണ് സ്നേഹത്തിന്റെ ഭാഷയാണെങ്കിൽ, എന്നാ ചെറിയ ചെറിയ വാക്കുകൾ മതി അവരുടെ മൊറാൽ കുറെ അധികം ബൂസ്റ്റ് ചെയ്യാനും അവരെ കുറെ അധികം സന്തോഷത്തിലിരിക്കാൻ വേണ്ടി. വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ്, നിനക്ക് ചെയ്യാൻ പറ്റും, നിനക്കേ ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് കഴിവുണ്ട്, നീ നല്ലവനാണ്. ഇങ്ങനത്തെ ഭാഷകൾ നമ്മൾ മക്കളോടായാലും ആരോടായാലും അത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മൊറാൽ ബൂസ്റ്റ്. ഒരിക്കൽ ഇതൊരു കഥയാണ്. അത് ഒരു ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞ് അവർ അവരുടേതായ ലൈഫ്, അവരുടേതായ കരിയർ ബിസിയാണ്. ഹസ്ബൻഡ് ബിസിനസ്സിൽ ബിസിയാണ്, വൈഫും ജോലിയുണ്ട്. വൈഫിന് എഴുത്തിന്റെ ഒരിതുണ്ട്, ഇടയ്ക്കൊക്കെ എഴുതി ചിലതൊക്കെ ഫേസ്ബുക്കിലിടും, ചിലത് നോട്ട്ബുക്കിൽ വെക്കും, അങ്ങനെയൊക്കെയാണ്. ഒരിക്കൽ എന്നിട്ട് എത്രയോ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കൽ ഹസ്ബൻഡ് എടുത്ത് അത് വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് പറയാ, ആഹാ നീ അടിപൊളിയായിട്ട് എഴുതല്ലോ, എന്ത് രസാ ഇത് വായിക്കാൻ, ഇതൊക്കെ നിനക്കൊന്ന് പ്രകാശനം ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വാക്ക് അത് കേട്ടതിന് ശേഷം ആ വൈഫ് സീരിയസ് ആയിട്ട് ചിന്തിച്ചു.
കാരണം അത് വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആ വാക്കുകൾ കിട്ടിയപ്പോൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് 2, 3 മാസത്തിന് ഉള്ളിൽ തന്നെ ആ വൈഫ് അതൊക്കെ എടുത്ത് ആർട്ടിക്കിൾസും പോയംസും ഒക്കെ എടുത്ത് പ്രകാശനം ചെയ്തു. വളരെ ഫേമസ് ആയി. കുറേയധികം സന്തോഷം കിട്ടി. കാരണം കുറേയധികം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി. അവരുടെ അത് എഴുത്തുകാരിയായി മാറി. ഒരു വാക്ക്, "ആഹാ! നീ വളരെ നന്നായിട്ട് എഴുതല്ലോ. നിനക്കിതൊക്കെ പ്രകാശനം ചെയ്തൂടെ?" എന്നൊരൊറ്റ വാക്ക് ആ ഹസ്ബൻഡിന്റെ കയ്യിന്ന് കിട്ടിയപ്പോ ആ വൈഫിന്റെ ലൈഫ് തന്നെ മാറി. സ്നേഹത്തിന്റെ ഭാഷ അത്ര പവർഫുൾ ആണ്. അതേപോലെ തന്നെ ചിലപ്പോ ഒരു വാക്ക് മതി ബന്ധങ്ങൾ അവസാനിക്കാനും തന്നെ. മുറിവുള്ള വാക്കുകൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വേർഡ്സ് ഓഫ് അഫർമേഷൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കാട്ടോ. ചിലപ്പോ ഇതില് നമ്മളിപ്പോ എത്ര ഒരു 16, 15 പേരുണ്ടല്ലേ? 15 പേരുണ്ട്. ഇതില് ചിലവരുടെ പ്രൈമറി ഭാഷ ഇതായിരിക്കും. ഇത് നമ്മൾ പഠിക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരെയും അറിയാൻ പറ്റും. നമുക്ക് അതനുസരിച്ച് പെരുമാറാൻ പറ്റും. പ്ലസ് നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ആൾക്കാർ എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മുടെ വാക്കുകൾ ചുരുക്കാൻ അല്ലെങ്കിൽ വാക്കുകൾ ശ്രദ്ധിച്ച് എടുക്കാൻ പറ്റും. നമുക്ക് എന്തിനാണ് ഇത്രയധികം വിഷമം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണോ എന്റെ ഭാഷ ഇതാണല്ലേ? അപ്പൊ മറ്റേയാൾ എന്നെ ശരിക്കും ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്നും ഓർക്കാണ്ട് പറഞ്ഞതായിരിക്കാം. അപ്പൊ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനത്തെ ചില തിരിച്ചറിവുകളൊക്കെ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറയാനും പറ്റും. ദേ ഇതാണ് എന്റെ ഭാഷ. ഞാൻ ഇന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാവരോടും ഷെയർ ചെയ്തോളൂ. ഇതാണ് എന്റെ ഭാഷ. അത് കാരണം നീ തമാശയ്ക്ക് പോലും എന്തെങ്കിലും ഒരു മറുവാക്ക് അല്ലെങ്കിൽ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കുറേയധികം ഫീൽ ചെയ്യും. നമ്മളെ ചുറ്റുമുള്ളവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് അവരോട് നമ്മുടെ ഭാഷയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിൽ അവരും പ്രവർത്തിക്കും. കാരണം നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതല്ലേ. നമ്മുടെ വീട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലവ് ഉള്ളതാണ്. നമ്മള് ഞാൻ വേണമെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഇപ്പോ ഞാനത് എനിക്ക് അറിയാത്ത കാരണം, ഭാഷ അറിയാത്ത കാരണം ഞാൻ എന്റേതായ രീതിയിലാ സ്നേഹിക്കുന്നെ. ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരു വേറെ റാൻഡം ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് ഒരു വീട്ടില് തന്നെ ഒരു ഹസ്ബൻഡും വൈഫും. ഹസ്ബൻഡ് എല്ലാ വക പണിയും എടുത്ത് ഭാര്യയെ സഹായിക്കും. എല്ലാ വീട്ടിലെ എന്ത് വന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടായാലും, പാത്രം കഴുകലായാലും, തുടയ്ക്കലായാലും, ചിലപ്പോൾ തുണി കഴുകലും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ വൈഫ് എന്റെ വൈഫാ. ഞാൻ എന്തൊക്കെയാ ചെയ്തു കൊടുക്കണല്ലേ. എന്നാ വൈഫോ? വൈഫ് അതൊന്നും കാണില്ല. കാരണം വൈഫിന് അത് മനസ്സിലാവണില്ല. വൈഫിന്റെ ഭാഷ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഗിഫ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ 2 വർഷമായി ആനിവേഴ്സറി കഴിഞ്ഞു, ബർത്ത്ഡേ കഴിഞ്ഞു. എനിക്ക് ഇതുവരെയ്ക്കും ഒരു സാരി ഇയാള് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്നായിരിക്കും വൈഫ് ചിന്തിക്കുന്നുണ്ടാവുക. എന്നാ ഹസ്ബൻഡോ ഇത്ര എന്തൊക്കെയും ചെയ്തു കൊടുത്തിട്ടും ഇവൾക്ക് എന്റെ സ്നേഹം മനസ്സിലാവണില്ല. വൈഫും അത് തന്നെയാ പറയുന്നത്. ഭാഷ അറിയില്ല. അത് ആദ്യത്തെ 1, 2 വർഷം ആ ഒരു യൂഫോറിയയിലുള്ളപ്പോഴേ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിൽ അതാണ്. നമ്മള് ആ ഒരു ട്രാൻസിഷൻ പീരിയഡിലാണ്. അപ്പൊ നമ്മൾ എല്ലാ വക കുറ്റവും കുറവെല്ലാം മാറ്റി വെക്കും. നമുക്ക് ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയാലിറ്റി ചെക്സിന് വരുന്നത്. അവിടെയാണ് നമുക്കപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതും അതും കുറ്റവും കുറവുകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വേണമെന്ന് വിചാരിച്ച സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കേണ്ടത്. അപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവസാനം നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈ ഒരു ഭാഷ എല്ലാ ഭാഷകളും പഠിച്ചു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി മനസ്സിലാവാൻ നിങ്ങളുടെ ഭാഷ എന്താണ്. ഇപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ തോന്നും ഇത് എനിക്ക് ഇഷ്ടമാണല്ലോ, കോംപ്ലിമെന്റ്സ് കേൾക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, ഇതായിരിക്കും എൻ്റെ ഭാഷ, അങ്ങനെ വിചാരിക്കേണ്ട. ആം, അത് ഡോമിനന്റ് ആവണമെന്നില്ല. കാരണം എല്ലാ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. ടാങ്ക് എത്ര സ്പീഡിലാണ് നിറയ്ക്കുക അതിലാണ് കാര്യം.